പറഞ്ഞു വിട്ടവൻ ആട്ടം കഴിഞ്ഞ് ഇറങ്ങിപ്പോയി. ഇനിയുണ്ടോ അപ്പച്ചി ഇതുപോലുള്ള തിരക്കഥകൾ? ഉണ്ടെങ്കിലൊന്ന് പറഞ്ഞതാ. കഥ അറിഞ്ഞിട്ട് ആട്ടം കാണുന്നതല്ലേ നല്ലത്. കഥയോ? എന്ത് കഥ? ദേ, അനാവശ്യം പറയരുത്. നീ നിനക്ക് തോന്നിയവനെ വിളിച്ച് മുറി കയറ്റിയിട്ട് എന്നോട് കഥ ചോദിക്കുന്നോ? നീ ഒരു പെണ്ണാണോടി? ഇങ്ങനെ വയ്യാതിരിക്കുന്ന ഒരുത്തനായി പോയി എന്റെ വേണു. ഇല്ലെങ്കിൽ ഈ നിമിഷം നിന്റെ കഴുത്തറുത്തേനെ. അതെ, അറുത്തേനെ. എന്നെയല്ല, നിങ്ങളെ. നിനക്കെന്താ അംബികയെ, ഭ്രാന്താണോ? എല്ലാം ചെയ്തു വെച്ചിട്ടിപ്പം ഞങ്ങളാണോ കുറ്റക്കാര്? ഇവിടെ അങ്കിളും സാവിത്രി ആന്റി ഇല്ലാതിരുന്നത് നിന്റെ ഭാഗ്യം. ഞാനായിട്ടൊന്നും അവരെ അറിയിക്കാൻ പോകുന്നില്ല. അല്ലെങ്കിൽ തന്നെ നീ സത്യവതിയല്ലേ? ഞാൻ വല്ലതും പറഞ്ഞ ആര് വിശ്വസിക്കാൻ? വേണു, ഇവൾ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ പറഞ്ഞിട്ട് ഇഞ്ചക്ഷൻ കണ്ടിന്യൂ ചെയ്താൽ മതി. യെസ്, പറയൂ സിദ്ധാർത്ഥൻ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വിശേഷങ്ങളൊക്കെ ഡോക്ടർക്ക് അറിയാവുന്നല്ലേ? ഗുഡ്. എന്തിനാ കാണണമെന്ന് പറഞ്ഞെന്നറിഞ്ഞാ വെറുതെ ഞാൻ എന്റെ പ്രഷർ കൂട്ടണ്ടല്ലോ. ഞാൻ സിദ്ധാർത്ഥനെ കാണണമെന്ന് പറഞ്ഞോ? ഇതാരാ പറഞ്ഞേ? മാനസ. ഓ യെസ്, താൻ റൂമിലുണ്ടായിരുന്നോ? ഞാനിപ്പോ വന്നതേ ഉള്ളൂ. മാനസ ഉറങ്ങുകയാണോ? ഞാൻ കാണണോന്ന് പറഞ്ഞത് വേറൊന്നിനുമല്ല. എന്തെങ്കിലും വെറുതെ പേഴ്സണൽ ആവാം. വേറെ എന്തെങ്കിലും പ്രോബ്ലം അലട്ടുന്നുണ്ടോ സിദ്ധാർത്ഥനെ? ഐ മീൻ, തന്നെ ഈ മാനസിക ആക്സിഡന്റ് അല്ലാതെ വേറെ എന്തെങ്കിലും പ്രശ്നം അലട്ടുന്നുണ്ടോ? എന്താ ഡോക്ടർ? നത്തിങ്. എനിക്കങ്ങനെ തോന്നി. ആദ്യം പഠിക്കാൻ എടുത്ത വിഷയം സൈക്കോളജിയാ, അതുകൊണ്ട് തോന്നിയതായിരിക്കും. എന്തായാലും സിദ്ധാർത്ഥൻ, മാനസിയുടെ കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ വേണം. എന്താണ് നിങ്ങളുടെ പ്രോബ്ലം എന്ന് എനിക്കറിയില്ല. മാനസിയാണോ സിദ്ധാർത്ഥന്റെ പ്രശ്നം? ഡോക്ടർ എന്താ ഉദ്ദേശിച്ചത്? സ്വാഭാവികമായും ഭാര്യ ഇനി ഗർഭം ധരിക്കില്ല എന്നറിയുമ്പോ അപ്സെറ്റ് ആവുകയും പിന്നെ ആ ഭാര്യയോട് അകൽച്ച കാണിക്കുകയും ചെയ്യുന്ന ഭർത്താക്കന്മാരെ ഇത്തരം സിറ്റുവേഷനിൽ ഞാൻ കാണാറുണ്ട്. ചിലർ ഈ ഏരിയ തന്നെ വിട്ടു പോകാറുണ്ട്. പിന്നീട് വരുന്നത് കയ്യിലൊരു ഡിവോഴ്സ് നോട്ടീസും അഡ്വക്കറ്റുമായിട്ടായിരിക്കും. മാനസ ഇനി ഒരു അമ്മയാവില്ലെന്നതാണോ സിദ്ധാർത്ഥന്റെ ഈ അലസതയ്ക്കുള്ള റീസൺ? നോ, ഒരിക്കലല്ല ഡോക്ടർ. ഗുഡ്. എങ്കിൽ കുറെ കൂടി കെയർ ചെയ്യണം ആ കുട്ടിയെ. ഏത് നേരവും അവളുടെ അടുത്ത് തന്നെ ഇരിക്കണമെന്ന് ഞാൻ പറയില്ല. ബട്ട് എപ്പോഴും നിങ്ങളുടെ സാമീപ്യം അവൾക്ക് ഫീൽ ചെയ്യണം. നിങ്ങളുടെ കെയറും സപ്പോർട്ടും സ്നേഹവും ഒന്നും അല്പം പോലും കുറഞ്ഞിട്ടില്ലെന്ന് അവൾക്ക് തോന്നണം. സി, മാനസിയുടെ അവസ്ഥ സിദ്ധാർത്ഥം മനസ്സിലാക്കണം. ആ കുട്ടി ഇനി ഒരിക്കലും ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കില്ലെന്നുള്ള സത്യം ഇപ്പോഴും പൂർണ്ണമായിട്ടും അറിഞ്ഞിട്ടില്ല. അത് ഈ സ്റ്റേജിൽ അവളെ ഞങ്ങൾ അറിയിച്ചിട്ടില്ല. പക്ഷേ എപ്പോഴെങ്കിലും അവൾ അതറിയണം. പതിയെ മനസ്സിലാക്കി കൊടുക്കണം. അവൾ ആ സത്യവുമായി പൊരുത്തപ്പെടണം. ഇവിടെയാണ് ഒരു ഭർത്താവിന്റെ കെയറും സപ്പോർട്ടും സ്നേഹവും ഒക്കെ അവൾക്ക് തുണയായി വേണ്ടത്. അല്ലാത്ത പക്ഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. തകർന്നു പോകും സിദ്ധാർത്ഥൻ, ഏതൊരു പെണ്ണും.
മാനസ നല്ല കുട്ടിയാണ്, ഒരു പാവം പൂച്ചക്കുട്ടി. അവളെ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ഉറക്കത്തിൽ പോലും അവൾ നിങ്ങളുടെ പേര് വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഓക്കെ സിദ്ധാർത്ഥൻ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. സിധു, നമ്മുടെ മോൾക്കൊരു പേര്. നല്ലൊരു പേര് മോൾക്ക്. മനസ്സേ, മനസ്സേ, എന്താ ഉറക്ക ഇത്? അയ്യോ വേണ്ട, കിടന്നോ. സാരമില്ല. സിധു എപ്പോഴാ വന്നേ? കുറെ നേരം ആയോ? സ്വപ്നം കണ്ടുറങ്ങാൻ നല്ല സുഖമല്ലേ? സിധു എങ്ങനെ അറിഞ്ഞു ഞാൻ സ്വപ്നം കണ്ടുവെന്ന്? അറിഞ്ഞു. സ്വപ്നത്തില് നീ എന്റെ പേര് വിളിച്ചു. ഞാൻ എന്ത് സ്വപ്നം കണ്ടെന്നറിയോ സിധുവിന്? ഞാനെങ്ങനെ അറിയാനാ? സ്വപ്നത്തില് കൂടെ ഉണ്ടായിരുന്ന ആളല്ലേ? വെറുതെ ആലോചിച്ച് തല പുണ്ണാക്കണ്ട, ഞാൻ പറയാം. ഞാൻ വീണ്ടും പ്രഗ്നന്റ് ആയിരുന്നു. എന്റെ സിദ്ധു സാധാരണ പോലെയൊന്നുമല്ല. 3 മാസം ആയപ്പോഴേക്കും ദാ ഇത്രയുണ്ട് എന്റെ വയറ്. എന്റെ അമ്മോ, അതും താങ്ങി പിടിച്ച ഞാനും എന്നെ താങ്ങി പിടിച്ച സിദ്ധു. കാണുന്നവരൊക്കെ ചിരിയോട് ചിരിയാ. നമുക്ക് രണ്ടിനും ആണെങ്കിൽ നാണമായിട്ട് വയ്യ. അങ്ങനെ 10 മാസം ആയപ്പോഴേക്കും ഒരു ആനയുടെ വയറ് പോലെയായി. എന്റെ സിദ്ധു ഒടുക്കം ഡെലിവറി നടന്നു. ആരാ ഡെലിവറി ചെയ്ത ഡോക്ടർ എന്നറിയോ? നമ്മുടെ ഗൗരി എടുത്തി. എത്ര കുട്ടികളാ നമുക്കെന്നറിയോ? 4 കുട്ടികള്, 2 ആണും 2 പെണ്ണും. അവരുടെ കരച്ചിലും ബഹളവും, നമ്മുടെ ഓരോ കഷ്ടപ്പാടും. ഒന്നിനെ ഇങ്ങോട്ട് പിടിക്കുമ്പോ മറ്റത് അങ്ങോട്ട് പോകും. അത് തന്നെ പൂരം. ഞാൻ സിദ്ധു ഒടുക്കം തളർന്നങ്ങ് വീണു. അപ്പൊ കുട്ടികള് വന്ന് നമ്മുടെ നെഞ്ചിലും തലയിലും ഒക്കെ കയറിയിരുന്നായി ബഹളം. പിന്നെ നീണ്ട കട്ടില് നല്ല വെള്ള പട്ടുമെത്ത വിരിച്ച് അവര് 4 പേരും മാലാഖമാരുടെ മുഖവുമായി നിരന്നു കിടന്നുറങ്ങുന്നു. വിരലും വായി തിരികെ സുഖകരമായ ഉറക്കം. ശബ്ദം ഉണ്ടാക്കാതെ ഞാനും സിധുവും 2 അരികിലായി ഉറങ്ങാതെ കിടന്ന് നേരം പുലരോളം അവരെ നോക്കി അങ്ങനെ കിടക്കും. എന്ത് രസമായിരിക്കും അല്ലേ സിധു? എന്നാലും 4 വേണ്ട, നമുക്ക് 2 ആളും മതി അല്ലേ സിധു? എന്തേ വിഷമിക്കണ്ട, ഒക്കെ നടക്ക സിധു. എനിക്ക് ഉറപ്പാ
അത്രമാത്രം പ്രാർത്ഥിക്കുന്നില്ലേ നമ്മള്? സിധു, എന്താ ഇത്? എന്തിനാ ഇങ്ങനെ? ഒന്നേ പോയുള്ളൂ നമുക്ക്. ആ ഒന്നിന് പകരം 100 വരം തരും നമുക്ക്. ഇല്ല, ഒരീശ്വരനും നമ്മുടെ നിലവിളി കേൾക്കുന്നില്ല മനസ്സേ. ഒരു വരം പോലും നമുക്കവർ തരില്ല ഇനി. നീ തളരരുത്, തകർന്നു പോരുത്. എന്താ എന്താ സിദ്ധു? ഞാൻ പറഞ്ഞില്ലേ, ഒരീശ്വരനും നിന്നെ ഇനി അനുഗ്രഹിക്കില്ല മോളെ. നമുക്കായിട്ടിനി ഒരു മകനോ മകളോ പിറക്കില്ല. സത്യ, ഇനി ഈ ജന്മത്തില് എന്റെ മനസ്സൊരു അമ്മയാവില്ല. പറയൂ ഡോക്ടർ. ഹലോ, എന്താ ഡോക്ടർ? മനസ്സിക്ക് കുഞ്ഞേ, എന്താ എന്താ ലോനപ്പെട്ട? കുഞ്ഞേ, മാനസ, ആ പെങ്കൊച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചെന്ന്. മോളെ,
ഹരിയേട്ട പ്ലീസ് റിലാക്സ്. എന്താ ഇത്? മാനസയ്ക്ക് ഒന്നും സംഭവിക്കില്ല. ഹരിയേട്ട, ഹരിയേട്ട, മൈനെ ഓടില്ലേ മതിയെ മൈനെ മൈനെ. ഹരിയേട്ട, എന്തിനു മാനസ് എങ്ങനെ ചെയ്തത്? എന്തിനാ? അവൾക്കിപ്പോ എന്താ പറ്റിയേ? ഒന്നുമില്ല ഒന്നുമില്ല മോളെ. ഇനിയും ശിക്ഷിക്കില്ല ദൈവം നമ്മളെ. നീ കരയാതെ. മനസ്സിക്ക് ഒരു കുഴപ്പമില്ല. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ലോനപ്പിളെന്തേ? നീ കരയാതെ. ഞാനല്ലേ പറയണേ, മാനസിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. ഹരിയേട്ട, ഹരിയേട്ട, ഡോക്ടർ എങ്ങനെയുണ്ട്? ഡോക്ടർ പേടിക്കണ്ട. കറക്റ്റ് സമയത്ത് നേഴ്സ് കണ്ടതും ഹോസ്പിറ്റലിൽ തന്നെ ആയതും നിങ്ങളുടെ ഭാഗ്യം. ഇനി പ്രോബ്ലം ഒന്നുമില്ല ഗൗരി. മാനസ വെയിൻ കട്ട് ചെയ്യാൻ ഉപയോഗിച്ച ബ്ലേഡ് എവിടുന്ന് കിട്ടിയെന്നാ മനസ്സിലാവാത്തത്. മൈനെ ചെല്ലു പ്ലീസ്, ഡോക്ടർ വരൂ. ഹരിയേട്ട, മാനസ് എങ്ങനെ ചെയ്യാനും മാത്രം എന്താ ഉണ്ടായേ? ഹരിയേട്ടാ 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 ഹരിയേട്ടാ, മാനസിക്ക് എന്താ? നീ എന്തിനാ വന്നേ? അവള് മരിച്ചോന്നറിയണോ? ഹരിയേട്ടാ ഞാൻ നീ പോ. എനിക്ക് നിന്നെ കാണണ്ട. പോ. ഞാൻ പോവില്ല. എന്റെ മാനസിക്ക് എന്താ പറ്റിയെന്നറിയാതെ ഞാൻ പോവില്ല. എനിക്കറിയണം. നിനക്ക് എന്താണ് അറിയണ്ടേ? പറയടാ. നീ എല്ലാത്തിനും കാരണം. നീയാ എന്റെ കുഞ്ഞിനോട് പറഞ്ഞത്. നീയാ എന്റെ കുഞ്ഞിനെ. അതെ, ഞാനാ എന്റെ മാനസിയോട് പറഞ്ഞത്. ഇനി ഒരു കുഞ്ഞിനെ കുറിച്ചുള്ള അവളുടെ സ്വപ്നങ്ങൾ കേട്ടപ്പോ സഹിക്കാൻ വയ്യാതെ പറഞ്ഞു പോയതാ ഞാൻ. ഇനിയും സ്വപ്നങ്ങൾ കണ്ടിട്ട് ഇനി ഒരിക്കലും അതൊന്നും നടക്കില്ല എന്നറിയുമ്പോ നമുക്ക് അവളെ തന്നെ നഷ്ടപ്പെടുമല്ലോ എന്ന് പേടിച്ചിട്ടാ ഞാൻ. അല്ലാതെ ഇനി എന്നെ തല്ലുകയോ കൊല്ലുകയോ എന്താന്ന് വെച്ചാൽ ചെയ്തോ ഹരിയേട്ടൻ. ഇനി ഈ ജന്മത്തില് എന്റെ മനസ്സൊരു അമ്മയാവില്ല. എന്നിട്ട് എന്ത് പറഞ്ഞു ഗോപുമോള്? ഞാൻ സംസാരിച്ച് കഴിയും മുമ്പാ അവൾ അച്ഛന് ഫോൺ കൊടുക്കണോന്ന് പറഞ്ഞത്.
കൊറേ നേരം എന്തൊക്കെയാ പറയുന്നത് കേട്ടല്ലോ. ഇക്കണക്കിന് മോള് വന്ന ഞാൻ പുറത്താവുമല്ലോ. അച്ഛനും മോള് എന്നെ ഔട്ടാക്കോ? അവളെ കാണാൻ നമുക്കൊന്ന് പോണ്ടേ വേണുവേട്ടാ? പോകുമ്പോ നമുക്ക് അമ്മയും കൂട്ടാം. പിന്നെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ട് പോണം നമുക്ക്. അവിടെ ഒരു കുട്ടിയുണ്ട്, ഡോക്ടറുടെ മകൻ. ഞാൻ പറഞ്ഞിട്ടില്ലേ, പവി. അവനാ സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ നമ്മുടെ ഗോപമോളെ കൊണ്ട് നടക്കുന്നെ. ഭയങ്കര ബുദ്ധിശാലിയാ. ഡോക്ടറും മകനും ക്ലാസ്മേറ്റ്സിനെ പോലെയാ. ഏയ്